ആ രഹസ്യപാത ചെന്നെത്തുന്നത് റഷ്യയിലേക്കോ? ഒരുപക്ഷെ പലർക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത്. കാശ്മീരിൽ നിന്നും റഷ്യയിലേക്ക് ഒരു രഹസ്യപാത എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഒരു വീഡിയോ. ഒരു രാജ്യത്ത് നിന്നും കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റൊരു രാജ്യത്തേക്ക് ഭൂമിയുടെ അടിയിലൂടെ ഒരു പാത എന്ന് പറഞ്ഞാൽ ഏവർക്കും അത്ഭുതമുണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ വർഷങ്ങളായി ആരും അറിയാതെ കിടക്കുന്ന ആ രഹസ്യപാത എന്നത് ഒരു യാഥാർത്ഥ്യമാണോ അതോ കള്ളമാണോ? അറിയാം കാലറൂസ് ഗുഹകളെക്കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീലാണ് 24 ന്യൂസ് പുറത്തുവിട്ട് കാശ്മീരിൽ നിന്നും റഷ്യ വരെയുള്ള ഒരു രഹസ്യപാത എന്ന് തുടങ്ങുന്ന ഒരു റീൽ. അങ്ങനൊരു പാസേജ് സാധ്യമാണോ? അങ്ങനൊരു പാസേജ് സത്യമാണോ? അങ്ങനെ കാശ്മീരിൽ നിന്നും റഷ്യ വരെ ഒരാൾക്ക് ആ ഗുഹയിലൂടെ ചെന്നെത്താൻ സാധിക്കുമോ എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളാണ് അതേക്കുറിച്ച് വന്നിട്ടുള്ളത്. എനിക്കും കൗതുകം തോന്നി. എന്നാൽ അങ്ങനെ ഒന്ന് സത്യം തന്നെയാണ്. ആ ഗുഹയുടെ പേര് കാലറൂസ് എന്നാണ്. എന്നാൽ സത്യമാണോ കള്ളമാണോ എന്നറിയാൻ സാധിക്കാത്ത ഒരു വിഷയം ആ നാട്ടിലുള്ളവർ ഉറപ്പിച്ചു പറയുന്നു. ആ പാസേജ് അത് റഷ്യയിലേക്കുള്ള ഒരു പാതയാണ് എന്ന്. ലാഷ്ടിയാൽ, മദ്മതു എന്നിങ്ങനെ 2 ഗ്രാമങ്ങളിലായാണ് കാലറൂസ് എന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആ ഗുഹാമുഖത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ ഒരു വലിയ പാറ കാണാൻ സാധിക്കും. എന്തൊക്കെയോ കൊത്തിവെച്ച ഒരു പാറ. അതിൻ്റെ പേര് സാറ്റ്ബാറൻ എന്നാണ്. 7 വാതിലുകൾ ആ പാറയുടെ മേലെ കൊത്തിവെച്ചതായി കാണാൻ സാധിക്കും. സാറ്റ്ബാറൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡോഗരി ഭാഷയിൽ 7 വാതിൽ എന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വാക്കിൻ്റെ അർത്ഥം ഹിന്ദിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാറ്റ്ബാറൻ, സാത്ത് എന്നാൽ 7 വാതിലുകൾ. സാറ്റ്ബാറൻ എന്ന് പറയുന്ന ആ പാറ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ വലിയൊരു ഭാഗം മണ്ണിനടിയിലാണ്, കുറച്ച് ഭാഗം മാത്രമേ മുകളിലേക്കുള്ളൂ. ആ മുകളിലേക്കുള്ള ഭാഗത്താണ് 7 വാതിലുകൾ കൊത്തിവെച്ചിട്ടുള്ളത്. ഗ്രാമീണരുടെ അഭിപ്രായ പ്രകാരം ഈ 7 വാതിലുകൾ സൂചിപ്പിക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള ഗുഹകളിലൂടെ 7 രാജ്യങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കും എന്നാണ്. അതിൽ ഒരു രാജ്യം മാത്രമാണ് റഷ്യ. കാശ്മീരിൽ നിന്നും ഏതാണ്ട് 4000 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തേക്ക് ചെന്നെത്തണമെങ്കിൽ മറ്റു പല രാജ്യങ്ങൾ കടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ. 3-4 രാജ്യങ്ങൾ. അങ്ങനെ ഇരിക്കെ ഭൂമിക്കടിയിലൂടെ റഷ്യയിലേക്ക് ഒരു പാതയുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? എന്നാൽ ലാഷ്ടിയാൽ ഗ്രാമത്തിലുള്ള ആളുകൾ ഒന്നടങ്കം പറയുന്ന ഒരു വിഷയം, ആ ഗുഹയിലൂടെ പലരും അതുവഴി റഷ്യയിലേക്ക് കടന്നിട്ടുണ്ട് എന്നും പലരും ആ ഗുഹ വഴി റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കും കടന്നിട്ടുണ്ട് എന്നാണ്. ഈ ഗുഹയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലറൂസ് ഗുഹ. അങ്ങനെ ഒരു പേര് ഈ ഗുഹയ്ക്ക് വരാൻ കാരണം എന്താണ്? മറ്റൊരു പേരിൽ നിന്നുമാണ് ഇങ്ങനൊരു പേര് വന്നിട്ടുള്ളത്. ക്വിൽ ഇറൂസ് എന്ന പേരിൽ നിന്നുമാണ് കാലറൂസ് എന്നൊരു പേരുണ്ടായത്. ക്വിൽ ഇറൂസ് എന്ന പേരിൻ്റെ ക്വിൽ എന്ന വാക്കിൻ്റെ അർത്ഥം കോട്ട എന്നും റൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം റഷ്യ എന്നുമാണ്. ക്വിൽ ഇറൂസ് എന്നാൽ റഷ്യൻ കോട്ട എന്നാണ് അർത്ഥമാക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഗുഹയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവട്ടെ. ഈ ഒരു ഗുഹയിലൂടെ ചൈനയിലേക്കോ അല്ലെങ്കിൽ തജിക്കിസ്ഥാനിലേക്കോ ആണ് പോകാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ ജമ്മു കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും തജിക്കിസ്ഥാനും. എന്നാൽ ഗ്രാമീണർ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഈ ഗുഹയിലൂടെ ചെന്നെത്താൻ സാധിക്കുന്ന 7 രാജ്യങ്ങളിൽ 2 എണ്ണമാണ് തജിക്കിസ്ഥാനും ചൈനയും. 3ാമത്തെ രാജ്യമാണ് റഷ്യ. അതുപോലെ മറ്റ് 4 രാജ്യങ്ങൾ കൂടിയുണ്ടത്രേ. കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ഏതാണ്ട് 90 കിലോമീറ്റർ ദൂരെയാണ് കാലറൂസ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന 80 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്ന ഗുലാം റസൂൽ എന്നൊരു വ്യക്തിയുമായുള്ള ഒരു ഇൻ്റർവ്യൂ വായിക്കാൻ സാധിക്കും. ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, തലമുറകൾക്ക് മുമ്പേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയം, കാലറൂസ് ഗുഹകളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ട്രാംഖാൻ എന്നൊരു ഗുഹയാണത്രേ. അതിന് ചുവപ്പ് നിറമാണ്. അതിൽ ചെമ്പിൻ്റെ അംശം വളരെ കൂടുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അത് ശേഖരിക്കാനായി ആ ഗുഹയിലേക്ക് ചെന്നിട്ടുമുണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അത്തരം ശേഖരണത്തിന് ആ ഗുഹയുടെ അങ്ങേ തലക്കലിൽ നിന്നും ഇങ്ങോട്ടേക്കും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത്രേ. സാറ്റ്ബാറൻ എന്ന് വിളിക്കുന്ന ആ പടുകൂറ്റൻ പാറ വനവാസകാലത്ത് പാണ്ഡവന്മാർ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നൊരു വാദമുണ്ട്. ആ ഒരു പാറ സൃഷ്ടിച്ചതും പാണ്ഡവന്മാർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരും ഇന്നും ആ ഗ്രാമത്തിലുണ്ട്. ആ പാറയിൽ നിന്നും ഏതാണ്ട് 300 മീറ്റർ ദൂരെയായാണ് കാലറൂസ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്.
കാലങ്ങൾക്ക് മുമ്പ് ആ ഗുഹയിലൂടെ സഞ്ചരിച്ചവർ പറഞ്ഞു കേട്ട ഒരു വിഷയം, ആ ഗുഹയ്ക്കുള്ളിൽ മുകളിലേക്കും താഴേക്കുമായി പലതരം ഗോവണികൾ ഉണ്ടായിരുന്നു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പേ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ബ്രിട്ടനിൽ നിന്നും ചിലർ പോയിരുന്നു. അവർക്ക് ആ ഗുഹയുടെ അവസാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നും ഒരു വാദമുണ്ട്. കാലറൂസ് എന്ന വാക്കിൽ റൂസ് എന്ന വാക്ക് റഷ്യയെയാണ് സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അങ്ങേയറ്റം, ആ ഗുഹയുടെ അങ്ങേയറ്റം റഷ്യ തന്നെ ആയിരിക്കാമെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നത്രേ. കാലങ്ങൾക്കിപ്പോൾ 2018 അമേരിക്കയിലെ വെർജീനിയയിൽ നിന്നും 2 എക്സ്പ്ലോറേഴ്സ് കാലറൂസ് ഗുഹകൾ സന്ദർശിക്കാനായെത്തി. ആംബർ ഫൈസ് എന്ന യുവതിയും അവരുടെ ഭർത്താവായ എറിക് ഫൈസും. ഗ്രാമീണരുടെ സഹായത്തോടുകൂടി അവർ കാലറൂസ് ഗുഹകൾ സന്ദർശിച്ചു. എറിക് ഫൈസ് പറയുന്നു, പ്രധാനപ്പെട്ട 3 ഗുഹകളിൽ 1ഉം 2ഉം കാലങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നുവെന്നും അത് പിന്നീട് വേർപെട്ടതായിരിക്കാം എന്നും. 3ാമത്തെ ഗുഹ ഇവയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും കാലങ്ങളായി അതിലൂടെ മനുഷ്യർ സഞ്ചരിച്ചിട്ടില്ല എന്നും അവിടം ഇന്ന് മുള്ളംപന്നികൾ കൂട്ടം കൂട്ടമായി താമസിക്കുകയാണ് എന്നും. 1980 മീറ്റർ, അതായത് 6496 അടി ഉയരത്തിലെത്തുന്ന ഗുഹയാണ് 1ാമത്തെ ഗുഹ. ആദ്യത്തെ 50 മീറ്റർ ഇടുങ്ങിയ മുകളിലേക്കുള്ള പാതയാണ്. അത് ചില പ്രദേശങ്ങളിൽ തീരെ ഇടുങ്ങിയതാണ്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മുറി പോലെ 15 മീറ്ററോളം വീതിയും 10 അടിയോളം ഉയരവുമുണ്ട്. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നെത്തുന്നു. അവിടെ നിന്നും ഒരു 15 മീറ്റർ വീണ്ടും അനായാസം സഞ്ചരിക്കാം. പിന്നീട് മുന്നോട്ട് പോവുക അല്പം പ്രയാസമാണ്. ഫൈസ് കപ്പിളിന്റെ നിരീക്ഷണത്തിൽ സാത്ബാരൻ എന്ന പടുകൂറ്റൻ പാറ ഈ ഗുഹയുടെ ഭാഗമല്ല. അത് പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ് ആരോ സൃഷ്ടിച്ചതാണ്. അത് ഗ്രാമീണരുടെ വിശ്വാസപ്രകാരം ചിലപ്പോൾ പാണ്ഡവരായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരോ സൃഷ്ടിച്ച ഒരു ക്ഷേത്രമായിരിക്കാം. എന്നിരുന്നാലും അത് കാലങ്ങൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ഗുഹ ആദ്യത്തേതിനേക്കാളും വലുതും 50 മീറ്ററോളം സഞ്ചരിക്കാനും സാധിക്കുന്നതാണ്. ഈ 2 ഗുഹകളും യാത്രയിൽ എവിടെയോ വെച്ച് ഒന്നിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗം മണ്ണിടിച്ചിൽ കൊണ്ടോ ഉരുൾപൊട്ടൽ കൊണ്ടോ മൂടിപ്പോയതുപോലെ കാണപ്പെടുന്നു. ഇത് സഞ്ചാരയോഗ്യമായ സാഹചര്യത്തിൽ കണ്ടവരാരും തന്നെ ഇന്ന് ആ ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. എന്നാൽ ഇവയിൽ നിന്നല്ല വളരെ വ്യത്യസ്തമാണ് 3ാമത്തെ ഗുഹ. ഇവയോട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 2260 മീറ്റർ മുകളിലാണ് 3ാമത്തെ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും അല്പം മുമ്പോട്ടേക്ക് പോകുമ്പോൾ പിന്നെ 40 മീറ്ററോളം കുത്തനെയുള്ള വഴിയാണ്. അതും കടന്നു ചെന്നാൽ പിന്നീട് 20 മീറ്റർ ആർക്കും ചെന്നെത്താൻ സാധിക്കാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ തകരാൻ കാരണം ഇന്ത്യൻ ആർമിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ഗുഹ ഇന്ത്യൻ ആർമി തകർക്കണമെങ്കിൽ എന്തായിരിക്കാം ഇന്ത്യക്ക് ഭീഷണിയായ ഒരു കാര്യം അവർ അതിൽ കണ്ടിട്ടുണ്ടാവുക? വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ആർമി എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ആ ഗുഹകൾ തകർത്തതായി പറയപ്പെടുന്നു. അതോടുകൂടി കാലറൂസ് ഗുഹകളുടെ ഉൾഭാഗത്തിന് പുരാതന രൂപം നഷ്ടമായി. അവിടെ നിന്നും മീറ്ററുകൾ മാത്രം ദൂരെയുള്ള സാത്ബാരൻ പാറക്കെട്ടിൽ കൊത്തിവെച്ച 7 വാതിലുകൾ പോലെ 7 ഗുഹകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അതിൽ 2 ഗുഹകൾ ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായും മൂടപ്പെട്ടിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. 2017 ഒരു സംഭവം നടന്നിരുന്നു. കാശ്മീരിലെ കുപ്വാര ഗ്രാമത്തിലെ ആർമി ബേസിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചു. അതിൽ ഒരു ഇന്ത്യൻ സൈനികൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. ആർമിയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച ഈ ഒരു സംഭവത്തിന് കാരണം കാലറൂസ് ഗുഹയിലൂടെ നുഴഞ്ഞു കയറിയ തീവ്രവാദികളാണ് എന്നൊരു വാദമുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കാം കാലറൂസ് ഗുഹകൾ ആർമി എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. ഞങ്ങൾ ദിവസങ്ങളോളം ആ ഗുഹയിലൂടെ സഞ്ചരിച്ചു. മനുഷ്യർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന മുകളിലേക്കും താഴേക്കുമുള്ള എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ചു. എന്നാൽ കഥകളിൽ കേട്ട റഷ്യയിലേക്കുള്ള തുരങ്കം ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ത്യൻ ആർമി ആ ഗുഹകൾ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് തകർത്തതുകൊണ്ട് ആ ഗുഹയുടെ ഉൾഭാഗത്തിന് മുഴുവൻ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ എക്സ്പ്ലോഷന് മുമ്പ് ആ ഗുഹ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊരിക്കലും ഞങ്ങൾക്ക് പറയാനും സാധിക്കില്ല. കാലറൂസ് ഗുഹകൾ വളരെ മനോഹരമാണ് എന്നും അതിൽ ധാതു നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നു എന്നും ഫൈസ് ദമ്പതികൾ അഭിപ്രായപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ പലതും ഇവിടെ നിന്നും കണ്ടെത്താൻ സാധിക്കുമെന്നും അതിനായി ഖനനം ചെയ്യാനുള്ള അനുമതി ഇന്ത്യൻ ആർമിയോട് അപേക്ഷിക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഒരുപക്ഷെ അങ്ങനൊന്നും സംഭവിച്ചാൽ നമ്മൾ കേട്ടത് കഥകളാണോ അല്ലയോ എന്നതിന് കൃത്യമായൊരു ഉത്തരം ലഭിക്കും. ചോദ്യങ്ങൾ പലതും ഇനിയും ബാക്കിയുണ്ട് എങ്കിലും പലരും കാലറൂസ് ഗുഹകൾ വിനോദസഞ്ചാര യാത്രകൾക്കായി തിരഞ്ഞെടുക്കാറുണ്ട്. അവരോട്, ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നവരോട് ഫൈസ് കപ്പിൾസിന് പറയാനുണ്ട് ചില വിഷയങ്ങൾ. തുടക്കത്തിൽ മീറ്ററുകൾ മാത്രം വെളിച്ചമുള്ള ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടോർച്ചും എക്സ്ട്രാ ബാറ്ററിയും ഹെൽമറ്റും ഗ്ലൗസും കയറും വെള്ളവും കരുതുക. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഗുഹയിൽ പലയിടങ്ങളിലും വവ്വാലുകൾ കൂട്ടം കൂട്ടമായി താമസിക്കുന്നുണ്ട്.
അവിടം വവ്വാലുകളുടെ മൂത്രവും വിസർജ്യവും വീണ് വൃത്തിഹീനവും വഴുക്കുള്ളവയുമായിരിക്കും. എവിടെ നിന്നാണ്, എത്ര കാലം മുന്നെയാണ് ഈ ഗുഹകൾക്ക് ക്വിൽ ഇറൂസ് എന്നൊരു പേര് വന്നത് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാലറൂസ് എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ടോ എന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഭൂമിക്കടിയിലൂടെ പലരും സഞ്ചരിച്ചിരുന്നിരിക്കാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കാം ഇന്ന് കാലറൂസ് ഗുഹകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഈ ഗുഹയുടെ മറ്റേ അറ്റം റഷ്യയിലാണ് എന്നത് കൃത്യമായ തെളിവുകളില്ലാത്ത വെറും വാദം മാത്രമാണ്. അതായത് കാശ്മീരിൽ നിന്നും റഷ്യയിലേക്കുള്ള രഹസ്യപാതയാണ് കാലറൂസ് ഗുഹ എന്നത് വെറും കൗതുകമുണർത്തുന്ന വാർത്താ തലക്കെട്ട് മാത്രമാണ് എന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.